വാക്കുകൾക്കും എനർജി ഉണ്ട്. നമ്മൾ പറയാറില്ലേ, ഈ മാസത്തെ വാടക ഞാൻ എങ്ങനെ കൊടുക്കും, ഈ ജോലി എനിക്ക് പോരാ, ഇതിലും നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതൊന്ന് കരകയറും. ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ വാക്കും അതിൻ്റേതായ എനർജി ഉണ്ട്. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കടത്തിനെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നതും അപ്പുറം നിങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വീണ്ടും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിലവിലുള്ള ജോലി നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും ആ ജോലിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അടുത്ത ജോലിയിലേക്ക് ശ്രമിക്കും. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ആ കടത്തിന് നോക്കി വേവലാതിപ്പെടുന്നതിന് പകരം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിശ്വസിപ്പിക്കുക, ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, ധാരാളം പണം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ മനസ്സിൽ കടത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതെയാകുമ്പോൾ സമൃദ്ധി നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള വഴികൾ തുറന്നു വരും. ഇതൊരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. ദിവസങ്ങളെടുത്ത് നിങ്ങൾ ഈ ചിന്തകളെ ഒന്ന് മാറ്റി നോക്കൂ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ നമ്മൾ ഉപയോഗിക്കുക. പ്രാർത്ഥന പോലും നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവറിലാണ്. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വിശ്വാസം നമ്മളതിൽ അർപ്പിക്കുന്നു, അല്ലേ? പ്രാർത്ഥന പോലും നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുമെന്നുള്ള വിശ്വാസത്താലാണ്. അത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മ നടക്കും, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾക്കും വിശ്വസിച്ചുകൂടാ? സാഹചര്യം അനുവദിക്കുന്നില്ലേ? മാറാൻ തയ്യാറാകും, സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വരും. ഇന്നർ ആൽക്കമി. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി.